ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ DB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലെ ഗ്ലോബലി എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളും അതുപോലെ തന്നെ കമ്മോഡിറ്റികളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിംഗ് ആണ് ഇന്ത്യയിൽ. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യയിലെ ജാപ്പനീസ്, സൗത്ത് കൊറിയൻ മാർക്കറ്റുകളാണ് ഇന്ന് ബെറ്റർ ആയിട്ട് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ്, ഹോങ്കോങ് മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിങ്ങും അതുപോലെ തന്നെ വോളാറ്റിലിറ്റിയും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് ബെറ്റർ ആയിരുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് മുമ്പ് അനൗൺസ് ചെയ്തിരുന്ന ടഫ് മെഷേഴ്സ് ഒക്കെ പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഫോറിൻ സ്റ്റുഡൻസ് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നതിന് വീണ്ടും സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഫോറിൻ സ്റ്റുഡൻസ് ഇല്ലെങ്കിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ പ്രവർത്തനത്തിനെ അത് ബാധിക്കും. അതോടൊപ്പം തന്നെ ചൈന, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഫോറിൻ സ്റ്റുഡൻസിനെ അദ്ദേഹം വീണ്ടും സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ഒപ്പം മുമ്പ് പറഞ്ഞിരുന്ന പല മെഷേഴ്സും അദ്ദേഹം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ അമേരിക്കൻ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. ഇന്നലെ വീണ്ടും ടെക്നോളജി സ്റ്റോക്കുകളിൽ ചെറിയ മുന്നേറ്റം കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മുന്നേറിയിട്ടുള്ള ആൽഫബറ്റ് ആണ്. ആൽഫബറ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.5 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. നല്ല രീതിയിൽ വീണ്ടും മുന്നേറുകയാണെങ്കിൽ $4 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഒരു കമ്പനി ആയിട്ട് ആൽഫബറ്റ് മാറാനുള്ള സാധ്യതകളുണ്ട്. ഓവറോൾ ഇന്നലെ അമേരിക്കൻ സെൻറ്റിമെൻറ്റ് വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് വീണ്ടും മുന്നേറ്റത്തിൻ്റെ പാതയിലാണ്. ഇന്ന് മോർണിംഗിൽ ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന $4,143 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സിൽവർ $50.6 പെർ ഔൺസിനാണ്. ഒപ്പം മറ്റ് കമ്മോഡിറ്റികൾ കോപ്പർ, അലുമിനിയം, സിങ്ക് എല്ലാ കമ്മോഡിറ്റികളും ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ $, അഗൻസ്റ്റ് ആയിട്ട് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. 88.67 പെർ ഡോളറിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. അപ്പോൾ ഓവറോൾ ഇന്നത്തെ സെൻറ്റിമെൻറ്റ് പോസിറ്റീവ് ബയാസോട് കൂടിയുള്ള സെൻറ്റിമെൻ്റ് ആണ്. ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബീഹാർ അസംബ്ലി ഇലക്ഷൻ്റെ സെക്കൻഡ് റൗണ്ട് ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം ആണ് എക്സിറ്റ് പോളുകൾ വരുന്നത്. അതോടൊപ്പം തന്നെ 14-ാം തീയതിയാണ് ആക്ച്വൽ റിസൾട്ട് വരുന്നത്. തീർച്ചയായിട്ടും ഈ റിസൾട്ടുകൾക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യത്തിൽ. കാരണം കേന്ദ്രത്തിൽ ഭരിക്കുന്ന മുന്നണിയിൽ സിംഗിൾ പാർട്ടി മെജോറിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ബീഹാർ അസംബ്ലി ഇലക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേന്ദ്രം ഭരിക്കുന്ന NDA ബീഹാർ ലൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് റിയാക്ഷൻ കാണാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. അതേസമയം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ അതാത് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇന്നലെ പുറത്തു വന്നിട്ടുള്ള Q2 റിസൾട്ടുകൾ മെജോറിറ്റി കമ്പനികളും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് ഇന്നലെ Q2 റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള അതിൻ്റെ ഒരു ഇമ്പാക്റ്റും മാർക്കറ്റിലുണ്ടാവാം. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ റോസൽ ടെക് സിസ്റ്റംസ് ലിമിറ്റഡ് ഡിഫൻസ് റിലേറ്റഡ് കമ്പനിയാണ്. കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. Q2 റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നു. ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ റോസൽ ടെക് സിസ്റ്റംസ് മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. സിർമ SGS ഇന്നലെ Q2 റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നു. എക്സലൻറ്റ് റിസൾട്ട് ആയിരുന്നു. അതോടൊപ്പം തന്നെ 2 കമ്പനികൾ അക്വയർ ചെയ്യാണ്. ഡിഫൻസ്, മാരിടൈം സെക്ടറിലുള്ള 2 കമ്പനികളാണ്. ഈ അക്വിസിഷനും സിർമ SGSനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. JK ടയർ 5,000 കോടി രൂപ അടുത്ത 5-6 വർഷത്തേക്ക് സ്പെൻഡ് ചെയ്യാണ്. കപ്പാസിറ്റി എക്സ്പാൻഷനും അതുപോലെ തന്നെ എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനും വേണ്ടിയുള്ള പ്രൊഡക്ഷൻ ഇൻക്രീസിനും വേണ്ടിയാണ്. പോസിറ്റീവ് ന്യൂസാണ്. ട്രാക്ടർ സെയിൽസ് ഇന്ത്യയിൽ റെക്കോർഡ് ഹൈ ആണ് ഒക്ടോബറിൽ ഹിറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. ട്രാക്ടർ മേക്കിംഗ് കമ്പനികളെ സംബന്ധിച്ച് എസ്കോട്ട്സ്, കുബോട്ട, അതുപോലെ തന്നെ M&M, അതുപോലെ തന്നെ VST, ട്രിലേഴ്സ് ആൻഡ് ട്രാക്ടേഴ്സ് ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഭാരത് ഇലക്ട്രോണിക്സ് 792 കോടി രൂപയുടെ ഓർഡറും കൂടി ബാഗ് ചെയ്തിട്ടുണ്ട്. അഡാനി ഗ്രീൻ
വേൾഡിലത്തെ വൺ ഓഫ് ദ ലാർജസ്റ്റ് സിംഗിൾ ലൊക്കേഷൻ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് മാർച്ച് 2026 മുമ്പ് ഇനാഗ്രേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലത്തെ ലാർജസ്റ്റ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റമാണ് അഡാനി ഗ്രീനിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ അഡാനി എൻ്റർപ്രൈസസ് പറഞ്ഞിരിക്കുന്നത് 2027 മുതൽ 2031 വരെ 4 ഡീമർജേഴ്സ് അനൗൺസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എയർപോർട്ട്സ്, റോഡ്സ്, മെറ്റൽസ്, ഡാറ്റാ സെൻറ്റർ ബിസിനസ്സുകളാണ് ഡീമർജ് ചെയ്യാൻ പോകുന്നത്. 2016-2026 മുമ്പ് ഇത്തരത്തിൽ ഡീമർജർ നടത്തിയിരുന്നത്. അഡാനി ഷെയർ ഹോൾഡേഴ്സിനെല്ലാം തന്നെ ഫ്രീ ആയിട്ടാണ് ഡീമർജഡ് കമ്പനി ഷെയർസ് കിട്ടിയിരുന്നത്. അത്തരത്തിലുള്ള അനൗൺസ്മെൻ്റ് ആയിരിക്കും അടുത്ത വർഷങ്ങളിൽ അഡാനി എൻ്റർപ്രൈസ് നടത്താൻ പോകുന്നുള്ള ഒരു ഹിൻറ്റും കൂടി തന്നിട്ടുണ്ട്. അഡാനി എൻ്റർപ്രൈസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ജാറ്റ് എഞ്ചിനീയറിംഗ് 50 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ ഓർഡർ ബുക്ക് 890 കോടി രൂപയായിട്ട് ഉയർന്നിരിക്കുകയാണ്. വിക്രാൻ എഞ്ചിനീയറിംഗ് 1642 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ RDB ഇൻഫ്ര 277 കോടി രൂപയുടെ സോളാർ പവർ പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓർഡറും കൂടി ബാഗ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. RVNL 145 കോടി രൂപയുടെ ഓർഡർ സദേൺ റെയിൽവേയിൽ നിന്ന് ബാഗ് ചെയ്തിട്ടുണ്ട്. ആത്തർ എനർജി ഹീറോ മോട്ടോകോർപ്പിൻ്റെ കമ്പനിയാണ്, സബ്സിഡിയറി അല്ലെങ്കിൽ അസോസിയേറ്റ് കമ്പനിയാണ്. ഇവർ 3rd പ്ലാന്റ് ഹെഡ് ഓഫ് ഷെഡ്യൂൾ കമ്മീഷൻ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഏതറിൻ്റെ പെർഫോമൻസും ബെറ്ററാണ്. ലോങ് റണ്ണിൽ ആത്തർ എനർജീസ് മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇന്നലെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വീണ്ടും സെല്ലേഴ്സ് ആയിരുന്നു. 4114.85 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഫണ്ടുകൾ 5805.26 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകളും വാങ്ങിയിരുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും കൂടി ജോയിൻ്റ് ആയിട്ടാണ് മെർജർ ആൻഡ് അക്വിസിഷൻ മാർക്കറ്റിലുള്ള 1.2 ലക്ഷം കോടി രൂപയുടെ ലെൻഡിങ് ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ പോകുന്നത്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. അടുത്ത വർഷം ഏപ്രിൽ മുതലാണ് ഇത്തരത്തിലുള്ള സെഗ്മെൻറ്റിലേക്ക് 2 ബാങ്കുകളും കൂടി ജോയിൻ്റ് ആയിട്ട് എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഒപ്പം ഫിനാൻസ് മിനിസ്റ്റർ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഫസ്റ്റ് റൗണ്ട് തുടങ്ങിയിരുന്നു. നാളെയാണ് സെക്കൻഡ് റൗണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഈ ഡിസ്കഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ മാർക്കറ്റിൽ വന്നേക്കാം. അതിനനുസരിച്ചുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ അതാത് സെക്ടറുകളിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇന്നലെ Q2 റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിട്ടുള്ള കമ്പനികൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് റിസൾട്ടുകൾ പുറത്തു വിട്ടിട്ടുള്ള ഇന്ത്യൻ ഹ്യൂം പൈപ്സ്, സിർമ SGS, HEG, അതുപോലെ തന്നെ ബാസാർ സ്റ്റൈല്, ശ്രീ ലോട്ടസ് ഡെവലപ്പേഴ്സ്, KEC ഇൻ്റർനാഷണൽ, ബജാജ് കൺസ്യൂമർ, ജൂനിപ്പർ ഹോട്ടൽ, സോളാർ ഇൻഡസ്ട്രീസ്, കാരിസില്, സഫാരി ഇൻഡസ്ട്രീസ്, ബജാജ് ഫിനാൻസ് റിസൾട്ട് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതേസമയം NPA കൂടിയിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വാർട്ടറിൻ്റെ ഗൈഡൻസിൽ കുറച്ച് കുറവ് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് റിയാക്ഷനൊക്കെ കണ്ടേക്കാം. അതുപോലെ തന്നെ ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ, ആത്തർ എനർജി, ജിൻഡാൽ സ്റ്റെയിൻലെസ്, ഈ കമ്പനികളൊക്കെയാണ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് Q2 റിസൾട്ടുകൾ പുറത്തു വിട്ടിട്ടുള്ളത്. അതിനനുസരിച്ചുള്ളൊരു മൂവ്മെൻ്റൊക്കെ ഇന്ന് ഈ സ്റ്റോക്കുകളിൽ കണ്ടേക്കാം. ഇന്ന് 2 മെയിൻ ബോർഡ് IPOs ഓപ്പൺ ചെയ്യുന്നുണ്ട്. MV ഫോട്ടോ വോൾട്ടേക് പവർ ലിമിറ്റഡ് ആണ്. 217 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്, 2 രൂപയാണ് ഫേസ് വാല്യൂ വരുന്നത്. നല്ലൊരു IPO ആണ്. മൈനർ ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനാണ് സാധ്യതകൾ കൂടുതൽ. അതോടൊപ്പം തന്നെ ഫിസിക്സ് വാല ലിമിറ്റഡ് 109 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്, 1 രൂപയാണ് ഫേസ് വാല്യൂ. മൈനർ ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് BSE SMEയിൽ ആരംഭിക്കുന്ന ഒരു IPO ഉണ്ട്. വർക്ക് മേറ്റ്സ് കോർ 2 ക്ലൗഡ് സൊല്യൂഷൻസ് ലിമിറ്റഡ് ആണ്. 204 അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്, 10 രൂപയാണ് ഫേസ് വാല്യൂ. 1200 മിനിമം ലോട്ടുകൾ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് 2 ലോട്ട് അപ്ലൈ ചെയ്യണം. 600 ഒരു ലോട്ട്, 1200 ടോട്ടൽ ക്വാണ്ടിറ്റി വരുന്നത്. നല്ല ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ സാധ്യതയുള്ള ഒരു ക്ലൗഡ് റിലേറ്റഡ് സെക്ടറിലുള്ള ഒരു കമ്പനിയാണ്. BSE SMEയിലാണ് ഈ IPO ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഈ 3 IPOs ഇന്ന് ഓപ്പൺ ആണ്. തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് IPOയിൽ അപ്ലൈ ചെയ്യുന്ന, റിസ്ക് എടുത്ത് അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അപ്ലൈ ആവുന്ന IPOs ആണ്. മാർക്കറ്റ് സെൻറ്റിമെൻ്റ് അനുസരിച്ച് ആദ്യം പറഞ്ഞിട്ടുള്ള 2 IPOs MV ഫോട്ടോ വോൾട്ടേക്സ്, അതുപോലെ തന്നെ
ഫിസിക്സ് വാല്യൂ ഒക്കെ ഒരു വൊളാറ്റിലിറ്റി കാണിച്ചേക്കാം. അതേസമയം ക്ലൗഡ് രംഗത്തുള്ള BSEയിലത്തെ SME IPO ഒരു പക്ഷേ നല്ല ലിസ്റ്റിംഗ് കഴിഞ്ഞോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബീഹാർ അസംബ്ലി ഇലക്ഷൻ്റെ എക്സിറ്റ് പോളുകൾ ഇന്ന് വൈകുന്നേരം വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് നാളെ മാർക്കറ്റിൽ കാണാം. ഒപ്പം 14-ാം തീയതി വരുന്ന ബീഹാർ അസംബ്ലി ഇലക്ഷൻ്റെ ആക്ച്വൽ റിസൾട്ട് ഈ ഇവൻറ്റിനും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ Q2 റിസൾട്ടുകൾ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് സ്റ്റേറ്റ്മെൻറ്റുകൾ വളരെ പോസിറ്റീവാണ്. ട്രേഡ് ഡീല് ഇമ്മീഡിയറ്റ് സൈൻ ചെയ്യും, ഇന്ത്യയുടെ മേലുള്ള താരിഫുകളൊക്കെ കുറയ്ക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഒപ്റ്റിമിസത്തോടു കൂടിയിരിക്കാം. അതേസമയം ബീഹാർ അസംബ്ലി ഇലക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.